സെൻട്രൽ ജയിലിൽ വെച്ച് എഴുതിയ പ്രേമലേഖനം എന്ന കഥയിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട സാറാമ്മേ, ജീവിതം യൗവന തീക്ഷ്ണവും ഹൃദയം പ്രേമസുരഭിലവുമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഞാൻ സാറാമ്മയോടുള്ള പ്രണയത്തിൽ കഴിയുകയാണ്. മധുരോദാരമായൊരു മറുപടി ആഗ്രഹിച്ചുകൊണ്ട് സാറാമ്മയുടെ സ്വന്തം കേശവൻ നായർ. സാറാമ്മയുടെ അപ്പച്ചനും ചിറ്റമ്മയ്ക്കും അവരുടെ ദാമ്പത്യ ജീവിതമാകുന്ന കണ്ണിലെ കരടാണ് സാറാമ്മ. ഒറ്റപ്പെടലിൻ തുരുത്തിലാണ് പക്വതയുള്ളവൾ സുന്ദരാംഗി, ഒറ്റപ്പെടലിൻ തുരുത്തിലാണ് പക്വതയുള്ളവൾ സുന്ദരാംഗി. സാറാമ്മയുടെ വീടിന്റെ ഒരു മുറിയിൽ വാടകയ്ക്ക് താമസിക്കുകയാണ് കേശവൻ നായർ. സ്വകാര്യ ഭാഗ്യം അദ്ദേഹത്തിന് ജോലിയാണ്. വയസ്സ് 25. കേശവൻ നായർക്ക് സാറാമ്മയുടെ കടുത്ത പ്രേമം. മുട്ടിട്ടു വന്നാനുരാഗം പടർന്നങ്ങ് ആകാശം മുട്ടുന്ന പോലെയായി, മുട്ടിട്ടു വന്നാനുരാഗം വളർന്നങ്ങ് ആകാശം മുട്ടുന്ന പോലെയായി. കേശവൻ നായർ പ്രേമത്തിന്റെ സെന്റൂപ്പി തുറക്കാൻ തുടങ്ങുമ്പോഴേക്കും സാറാമ്മ മുപ്പോത്തും. എന്താണ് ഒരു ദുർവാട? കേശവൻ നായർ സാറാമ്മയുടെ അടുത്തുകൂടി. ഈ സ്ത്രീകളുടെ തലയിൽ നിലാവെളിച്ചമാണ്. അതല്ല, സ്ത്രീകൾ ദൈവത്തിൻ്റെ ഉത്കൃഷ്ട സൃഷ്ടിയാണ്. കേശവൻ നായർ എഴുതി തയ്യാറാക്കിയ പ്രേമലേഖനം സാറാമ്മയ്ക്ക് കൊടുത്തു. സാറാമ്മ അത് വാങ്ങി വായിച്ചിട്ട് ചുരുട്ടി കൂട്ടി ഒരു ഏറ് കൊടുത്തു. അത് കണ്ട് കേശവൻ നായർ മൗനം കൂട്ടി. സ്വതവേ തമാശക്കാരനായ കേശവൻ നായർ സാറാമ്മയുടെ ഓരോ തമാശകളും എടുത്തു കൊടുക്കും. പെണ്ണുങ്ങൾ കൊണ്ടു നടക്കും വാനിറ്റി ബാഗിനുള്ളിൽ എന്തെല്ലാം കോപ്പുകളുണ്ട്, പ്രേയസി ചൊല്ലുക വേഗം, ചെട്ടിപ്പിൻ കണ്ണാടി, ഒരു നുണുങ്ങു മൂടഡബി. പുരുഷന്മാർ കൊടുക്കുന്ന പ്രേമലേഖനങ്ങളും അതിൽ കാണുമായിരിക്കും അല്ലേ സാറാമ്മേ? അവയെല്ലാം കൂട്ടി കൂട്ടി വെച്ച ഒരു വലിയ പെട്ടിയിലാക്കും അല്ലേ? കേശവൻ നായരുടെ കമന്റ്. ഞാൻ വീട്ടിൽ വെറുതെ ഇരുന്ന് മടുത്തു, എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ കൊള്ളാമായിരുന്നു, അവൾ കേശവൻ നായരോടായി പറഞ്ഞു. പല വിവാഹാലോചനകളും വന്ന് ഉഴപ്പിപ്പോയാലും കേശവൻ നായർ സാറാമ്മയെ ഓർമ്മിപ്പിക്കും. ക്രിസ്ത്യാനിയല്ലോ വരും വരന്മാർ, സ്ത്രീധനം വേണം അവർക്കറിയും, ക്രിസ്ത്യാനിയല്ലോ വരും വരന്മാർ, സ്ത്രീധനം വേണം അവർക്കറിയും. ഈ സ്ത്രീധന ഏർപ്പാട് നല്ലതല്ലേ സാറാമ്മേ? കെട്ടേണം ക്രിസ്ത്യാനി നായരെയും, നമ്പൂരി കെട്ടേണം ഇഴവരെ, മുസ്ലിം കെട്ടേണം ഹിന്ദുവിനെ, കെട്ടേണം കെട്ടേണം ജാതി മാറി. അപ്പോൾ എൻ്റെ ജോലിക്കാരും ശരി സാറാമ്മ, ഞാൻ ജോലിക്ക് നിയമിച്ചിരിക്കുന്നു. എന്ത് ജോലി? എന്നെ പ്രേമിക്കണം. അവളുടെ കണ്ണ് പ്രകാശപൂരിതമായി. മുട്ടിട്ടു വന്നാനുരാഗം വളർന്നങ്ങ് ആകാശം മുട്ടുന്ന പോലെയായി, മുട്ടിട്ടു വന്നാനുരാഗം വളർന്നങ്ങ് ആകാശം മുട്ടുന്ന പോലെയായി. അത് സാറാമ്മയെ ഞാനൊന്ന് ചുംബിച്ചോട്ടെ. ചുംബിക്കാനോ? ഈ ചുംബനക്കാര്യമൊന്നും നമ്മുടെ കരാറിലില്ല. അപ്പോൾ എൻ്റെ ഈ ജോലി സ്ഥിരമോ അതോ ടെമ്പററിയോ? സ്ഥിരം, ശാശ്വതം, അനന്തം. പിറ്റേന്ന് കേശവൻ നായർ മുറിവുട്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ സുന്ദര കുട്ടപ്പൻ താക്കോൽ സാറാമ്മയുടെ മടിയിലേക്ക് എറിഞ്ഞു കൊടുത്തു. അന്ന് കേശവൻ നായർക്ക് മദ്രാസിൽ ഉയർന്ന ജോലിക്കുള്ള ഓർഡർ എന്ന കാര്യം സാറാമ്മയെ അറിയിച്ചു. അപ്പോൾ എൻ്റെ ശമ്പളവും കൂട്ടുമായിരിക്കും അല്ലേ? അന്ന് വൈകുന്നേരം കേശവൻ നായരുടെ മുറിയിലെത്തി കട്ടിലിൽ വന്നിരുന്നോട് ചോദിച്ചു. അപ്പോൾ യാത്രയ്ക്കുള്ള പണം ഞാനെൻ്റെ വാച്ചും മോതിരവും വിട്ടു. ചിരകാലം സ്നേഹിച്ച കാര്യമോർത്ത് കണ്ണീർ കണങ്ങൾ ഉരുണ്ടു വീണു, ചിരകാലം സ്നേഹിച്ച കാര്യമോർത്ത് കണ്ണീർ കണങ്ങൾ ഉരുണ്ടു വീണു. കേശവൻ നായരുടെ കണ്ണുകൾ ആ കിടക്കയിൽ വീട് ചിതറി. നീ പോരുന്നു എൻ്റെ കൂടെ? അവൾ സമ്മതം കൂടി. പിറ്റേന്ന് കേശവൻ നായർ യാത്രയ്ക്ക് തയ്യാറെടുത്തു. സാറാമ്മയുടെ മുറിയുടെ മുന്നിൽ മുറിയറ തുറന്നു കിടക്കുന്നു. അവളുടെ കട്ടിൽ കണ്ട ഒരു തുണ്ട് കടലാസിൽ അയാളുടെ കണ്ണുകൾ ഉടക്കി നിന്നു. അയാൾ അതെടുത്ത് വായിച്ചു. അപ്പച്ചനും ചിറ്റമ്മയും അറിയാൻ, എനിക്ക് വളരെ ഉയർന്ന ശമ്പളത്തിൽ ഒരു ജോലി ലഭിച്ചിരിക്കുന്നു.
എന്നെ വിവാഹം ചെയ്യാൻ സ്ത്രീധനമില്ലാതെ ഒരു മുഷിഞ്ഞ ഉടുതുണിയുമായി ഒരാൾ തയ്യാറെടുത്തിരിക്കുന്നു. ഞാൻ പോകുന്നു. കേശവൻ നായർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓടി. അവിടെ അതാ പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുന്നു നമ്മുടെ എല്ലാമായ പ്രേയസി സാറാമ്മ. ഒരു ഉഗ്രൻ ചൂളംവിളിയോടെ തീവണ്ടി നീങ്ങി. സാറാമ്മ ആ റെയിൽവേ പാലത്തിന് താഴേക്ക് നോക്കി. തെളിനീരൊഴുകുന്നു തങ്കം പോലെ, പ്രതിബിംബം കാണുന്നു നീലാകാശം. തെളിനീരൊഴുകുന്നു തങ്കം പോലെ, പ്രതിബിംബം കാണുന്നു നീലാകാശം. ആഹ്ലാദകരമായ അവരുടെ യാത്രക്കിടയിൽ കേശവൻ നായർ സാറാമ്മ കൊടുത്ത് ഒരു പൊതി അടിച്ചു നോക്കി. അതിൽ നിന്ന് അത് ഇറങ്ങി വരുന്നു. മാസം 20 രൂപ ശമ്പളമായി കിട്ടിയത്, അതിൽ നിന്ന് 1 രൂപ കൊടുത്ത് വാങ്ങിയ ലോട്ടറി അടിച്ചു കിട്ടിയ തുകയടക്കം 1090 രൂപ. ഇത് കൊടുത്ത് നിങ്ങളൊരു വാച്ചും മോതിരവും വാങ്ങും. ദീർഘകാലം വീർപ്പിൽ കുളിച്ച ഒരു കത്ത് അവളുടെ ബ്ലൗസിനിടയിൽ നിന്നും അതെടുത്ത് കേശവൻ നായർക്ക് കൊടുത്തു. അതിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ജീവിതം യൗവന തീക്ഷ്ണവും ഹൃദയം പ്രേമസ്വരത്തിലുമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ. അവൾ അയാളെ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, നമ്മളാണ് യഥാർത്ഥ പ്രേമലേഖനം. എൻ്റെ ഈ കൊച്ചു കഥ ഇവിടെ അവസാനിക്കുന്നു.